ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമ്മളും ഇവിടെ സുഖമായി തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അധികം കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതായത് ഒരു ഈവനിങ് വ്ളോഗ് എന്ന് വേണം പറയാനായിട്ട്. വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഈസ്റ്റർ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? എല്ലാവരും നന്നായി ഈസ്റ്ററൊക്കെ ആഘോഷിക്കാൻ റെഡിയായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഈസ്റ്റർ വിഷസ് അറിയിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് പോകാമേ. അപ്പോൾ ഞാനെന്താ ഈ വാഴയൊക്കെ കാണിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കേട്ടോ. ഇത് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും അവസാനത്തെ വാഴ എന്നോണം വേണം പറയാനായിട്ട്. അപ്പോൾ ഞാൻ ഈ വാഴയിൽ നിന്ന് ഇതേണ്ട മുറിച്ചെടുത്തിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ വാഴയിൽ നിന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുള്ള വാഴയിലയാണ് ഇതെന്തിനാണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഞാൻ പറഞ്ഞു തരാമേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ എന്താ കാര്യം എന്ന്. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന സമയത്തേ നമുക്ക് വീട്ടിൽ ചക്ക വരട്ടിയത് ഇരുന്നത് കുറച്ചിട്ടുണ്ടല്ലോ അമ്മ എടുത്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു ഇനി ഇതിപ്പോൾ ഇവിടുന്ന് ആരും കഴിക്കാനായിട്ട് പോകുന്നില്ല, അവിടെ ചെന്നിട്ട് ഇലയുടെയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് തന്നു വിട്ടതാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു. അപ്പം വന്നിട്ട് ഇതുവരെയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും അതെടുത്തിട്ട് ഇച്ചിരി ഇലയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചേ. അപ്പോൾ വാഴയിലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, വാഴയിൽ വന്നിട്ട് നമ്മൾ പറഞ്ഞില്ലേ നമ്മളിവിടെ താമസമായ ഒരു സമയത്തൊക്കെ വാഴ നമ്മൾ ഇതുപോലെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ പറയുക, ചാമ്പപ്പൂവനോ ചാരപ്പൂവനോ അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ, ഞാൻ പേരുകൂടി മറന്നുപോയി. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പഴത്തിലൊക്കെ കല്ല് പിടിച്ചിട്ട് വരുന്ന കാരണമേ പഴം നമ്മൾ ഇപ്പോൾ അധികം അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ തൈവാഴ ആകുമ്പോഴേക്കും നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. എന്താ പറയുക, ഇതുപോലെ ചെറിയ ചെറിയ വാഴയാകുമ്പോഴേ കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഇനിയിപ്പോൾ ഇതിവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് തോന്നി. കാരണം നമ്മളിനിയിപ്പോൾ ഈ വീട് മാറി വേറെ വീട് നോക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ ഇവിടെ വരുന്നവരൊന്നും ഇവിടെ എന്ന് വെച്ചാൽ ഇവിടുത്തുകാരൊന്നും ഈ വാഴ അത്ര കാര്യമായിട്ടൊന്നും അവർ നോക്കുകയല്ലെന്നറിയാം. അത് കാരണം നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഈ വാഴയില നിൽക്കുന്നത് അങ്ങ് നാശമായി പോകാതെ നമുക്ക് ഇലയുടെയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ 2 വർഷം മുന്നേ ഞാനിതുപോലൊരു ചെറിയ കരിയാപ്പും കൂടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പം വന്നപ്പോഴേ നല്ലതായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഭംഗിയായിട്ട് ആ കരിയാപ്പും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറിയിട്ട് വേറെ വീട്ടിൽ പോവുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പം നമ്മുടെ ഇവിടുത്തെ ആവശ്യത്തിന് ഈ കറിവേപ്പാണ്, ഈ ഇലയാണ് നമ്മൾ എടുക്കുന്നത് വേപ്പിലയായിട്ട്. അന്ന് ഇപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 2 വർഷമായതേ ഉള്ളൂ കേട്ടോ. ഇത് വെച്ചിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് നാട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും ആ കറിവേപ്പ് നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാലേ അത് നന്നായിട്ട് പിടിച്ച് കിട്ടുന്നുള്ളതാണ്. കറുത്ത മണ്ണാണ്, അത് കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ കത്തിയും ഇലയൊക്കെ ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. വാഴയിലയൊന്നും ഇനി കഴുകിയെടുക്കണം, നന്നായിട്ട് പൊടിയുണ്ട് കേട്ടോ. ഈ നമ്മളെപ്പോഴും ഇവിടെ വണ്ടി പോയി വരുന്ന ആ ഒരു ഇതായതുകൊണ്ടേ പൊടി നന്നായിട്ട് പിടിച്ചിരിക്കുകയാണ്. ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്കിത് ഇലയുടെയൊക്കെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ഇലയപ്പമൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയപ്പോൾ ഞാൻ 2 വശവും നന്നായി വേകാൻ വേണ്ടി ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടത്തില്ല. അങ്ങനെ ഒരു 10-20 മിനിറ്റ് ആകുമ്പോൾ കറക്റ്റ് റെഡിയായി കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാം നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പൊടി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് ഗോതമ്പൊടി വെച്ചിട്ടാണ് കൂടുതൽ ഇഷ്ടം, അതുപോലെ പിള്ളേർക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം. അപ്പം നമുക്ക് രാവിലെയും കഴിക്കാനുള്ളതായിട്ടുണ്ട്.